Hello students, welcome back to Minis Tutorials. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ ഗ്രാറ്റുവിറ്റി. ദാറ്റ് ഈസ് when an employee receives gratuity from more than one employer. In such a case, the maximum limit of 20 lakhs will be reduced by the amount of gratuity which has been exempted earlier. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. That is, Dr. X was working with two companies A and B. He retired from company A in 2022 after serving 24 years. He received 1,50,000 as a death cum retirement gratuity on which he got the full exemption. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് മീൻസ് 20 lakhs. അതിൽ നിന്ന് ഓൾറെഡി അയാൾക്ക് 1,50,000 എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. He also retired from company B in July 2023 after serving 42 years and 10 months. He received rupees 9,75,000 as gratuity. That is, gratuity actually received is 9,75,000. The average salary from the company for the last 10 months immediately preceding the month in which he retired was rupees 45,000 per month. അപ്പോൾ ഇവിടെ ആവറേജ് സാലറി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 10 months immediately preceding the date of retirement, that is 45,000 per month. Compute the exempted amount of gratuity for the assessment year 2024-25, assuming that he is not covered by the Payment of Gratuity Act. He is not covered by the Payment of Gratuity Act എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട് ആർ ദ കണ്ടീഷൻസ്? ഹാഫ് മന്ത്സ് സാലറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എത്രയാണ് എടുക്കേണ്ടത്? 45,000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ മന്ത്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല, ഓൺലി കംപ്ലീറ്റഡ് ഇയർ, ദാറ്റ് ഈസ് 42 years. പിന്നെ ആവറേജ് എത്രയാണ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി? Computation of exempted amount of gratuity for the assessment year 2024-25. There are three conditions. First one is gratuity actually received. That is 9,75,000. Then second one, statutory limit. That is 20 lakhs ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. പക്ഷേ അതിൽ അയാൾക്ക് ഒരു എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1,50,000. ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട്. അപ്പോൾ 20 lakhs minus 1,50,000. That is 18,50,000. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. എത്ര എംപ്ലോയീസിൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്താലും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് 20 lakhs ആണ്. ദെൻ തേർഡ് പോയിന്റ്, ഹാഫ് മന്ത്സ് സാലറി for each completed year of service. For each completed years of service. Service means 45,000 ആണ് ആവറേജ് മന്ത്ലി സാലറി. 45,000 divided by 2 into number of service, completed year of service is 42.
you get a 9,45,000. List of the following is exempt. List is exempt. Exempt, that is 9,45,000. ഇങ്ങനെയാണ് ഒരു എംപ്ലോയി റിസീവ്സ് ഗ്രാറ്റുവിറ്റി ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ. അങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ഓഫ് 20 lakhs വിൽ ബി റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി വിച്ച് ഹാസ് ബീൻ എക്സംപ്റ്റഡ് ഏർലിയർ. ഇവിടെ 1,50,000 എക്സംഷൻ കിട്ടിയിട്ടുണ്ട്, 20 lakhs. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ കാണുമ്പോൾ 20 lakhs മൈനസ് ദാറ്റ് എക്സംപ്റ്റഡ് എമൗണ്ട്, ദാറ്റ് ഈസ് 1,50,000. അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് 18,50,000 ആണ്. പിന്നെ 3 കണ്ടീഷൻസ് നോക്കുക, അതിലേതാണോ ലീസ്റ്റ് ദാറ്റ് എമൗണ്ട് ഈസ് എക്സംപ്റ്റഡ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.